ഹായ് ഫ്രണ്ട്സ്, ഐക്യരാഷ്ട്രസഭയുടെ അക്കാഡമിക് വിങ് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് യാതൊരുവിധ ചൂടുമില്ല. അവർ പുതിയ ഡാം നിർമ്മിക്കാനുള്ള തത്രപ്പാടിലാണ്. എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? കുട്ടിയിൽ മരിച്ച നീതു ലോകത്തെ വിളിച്ചറിയിച്ചു, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ആ കുട്ടി വിളിച്ചെല്ലാവരും അറിയിച്ചു. പക്ഷേ ആ കുട്ടിയെ പോലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം അതിനുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് നല്ല രീതിയിലില്ല എന്നുള്ളതാണ്. അപ്പോൾ പറയുമ്പോൾ അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാണ് ഈ പറഞ്ഞ പേരിടുന്നത്. മനസ്സിലായോ? അവർ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് 3-4 മണിക്കൂറിന് ശേഷമാണ് അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായത്. എന്നിട്ട് പോലും അവരുടെ ഒന്നും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നിലവിളിച്ചാൽ കേൾക്കില്ല. നമ്മുടെ മരണത്തിന് ശേഷം നമ്മളെ അയ്യോ ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ അവരോടൊപ്പം എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷേ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് കൊണ്ട് നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുണ്ടക്കയിൽ മരിച്ച നീതു. പെരിയാർ അണക്കെട്ട് തമിഴ് മക്കൾക്ക് കടവുൾ മാതിരി, കേരള മക്കൾക്ക് കാലൻ മാതിരി. ഐക്യരാഷ്ട്രസഭയുടെ അക്കാഡമിക് വിങ് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ടും ഇവിടെ പല ആൾക്കാരും ഉറക്കം നടിക്കുകയാണ്. ഓരോ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ബ്രെഡ് ആയിക്കോട്ടെ, എക്സ്പയറി ഡേറ്റ് നോക്കി വാങ്ങുന്ന മലയാളികൾ പലരും പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന്. മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും കാലാവധി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കൂടി സുർക്കിയിലുണ്ടാക്കിയതാണെന്ന് വീമ്പ് പറയുന്ന ആൾക്കാർ, നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. കഴിഞ്ഞ ദിവസം കർണാടകയിലുണ്ടായ സംഭവം വാർത്തകളെല്ലാം വായിച്ചതല്ലേ, നിങ്ങൾ കണ്ടതല്ലേ? കർണാടകയിലെ സുർക്കി കൊണ്ടുണ്ടാക്കിയ, നമ്മുടെ ഈ രാജ്യത്ത് സുർക്കി കൊണ്ടുണ്ടാക്കിയ 2 ഡാം ഇപ്പം നിലവിലുള്ളൂ. ഒന്ന് മുല്ലപ്പെരിയാർ, ഒന്ന് തുംഗഭദ്ര. അതിൽ തുംഗഭദ്രയ്ക്ക് ഇപ്പോൾ 71 വർഷമായി, മുല്ലപ്പെരിയാറിന്റെ വർഷം 130-ലധികമായി. ഇപ്പോൾ തുംഗഭദ്രയിൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടറിന്റെ ചങ്ങല പൊട്ടിപ്പോയി രാത്രി 12 മണിക്ക് ശേഷം. അതേ തുടർന്ന് 19ാമത്തെ ഷട്ടർ പൂർണ്ണമായും തകർന്നു. അത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ഷട്ടറുകളും അണക്കെട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി ബാക്കി എല്ലാ ഷട്ടറുകളും ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് പ്രളയമാണ്. അത് മറ്റു സ്ഥലങ്ങളിലേക്കും ബാധിക്കുന്നതായിരിക്കും. നാളെയും ഇന്നത്തെ ന്യൂസ് കൊണ്ട് നമ്മൾക്ക് അറിയാൻ കഴിയും. കാരണം അത്രമാത്രം വെള്ളമാണ് അവർ തുറന്നു വിട്ടിരിക്കുന്നത്. അവർക്ക് വേറെ മാർഗമില്ല ആ വെള്ളം തുറക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഡാം തന്നെ തകരും. പെരിയാറിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രക്ഷോഭണങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പല ആൾക്കാരും സംസാരിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്തു പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യമാണ്. കാരണം അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊന്നും കേൾക്കണം. വേറൊന്നുമല്ല, അദ്ദേഹം ചോദിച്ച ചോദ്യം, ഈ 999 വർഷത്തേക്കുള്ള കരാറ് 1970 വീണ്ടും പുതുക്കി കൊടുത്തു. ആ പുതുക്കി കൊടുത്തവർ ചെയ്ത തെറ്റ്, അതായത് ബുദ്ധിയില്ലാതെ ചെയ്തതാണോ അതോ അവർ മറ്റാരുടെങ്കിലും പണം വാങ്ങിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണോ എന്ന്. കാരണം അത്രയും ബോധമില്ല. ഒരു എന്ത് കാര്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഈ ഡാമൊക്കെ പണിയുമ്പോൾ തന്നെ 50-70 വർഷം എക്സ്പയറി ഡേറ്റ് പറയുന്ന ഡാമിന് എങ്ങനെയാണ് 999 വർഷത്തേക്കുള്ളൊരു കരാർ പുതുക്കി കൊടുക്കാൻ അവർക്ക് മനസ്സ് വരുന്നത്? അവരുടെ കയ്യിൽ ആ സമയത്ത് കിട്ടിയതാണ്. എന്നിട്ട് പോലും നമ്മൾക്ക് അനുകൂലമല്ലാത്തൊരു കാര്യം അവർ ചെയ്തു വെച്ചു. അതിന്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വീണ്ടും നമ്മുടെ തലമുറയ്ക്ക് ഇനി ഒരു വലിയൊരു ജലബോംബ് ഉണ്ടാക്കി കൊടുക്കണമോ? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, നിങ്ങൾ തന്നെ പറയൂ. ഇപ്പോഴത്തെ സർക്കാർ 2011 അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡാമിന് ബലക്ഷയമുണ്ട്, മാക്സിമം ജലം കുറച്ചുകൊണ്ട് പുതിയൊരു ഡാം പണിയണമെന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആശങ്ക വേണ്ട, അത് പെട്ടെന്നൊന്നും പൊട്ടില്ല എന്ന്. ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന പ്രതിഭാസം ഓരോ വർഷം കൂടുന്തോറും ഭയങ്കരമായി ശക്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്ന് നമ്മൾക്ക് പലരുടെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മുല്ലപ്പെരിയാർ ഓക്കെ പൊട്ടില്ല, ആശങ്കയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു ഡാം അവിടെ പണിയാൻ പോകുന്നു. അതും ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് 366 മീറ്റർ താഴെയായിട്ട് പുതിയൊരു അണക്കെട്ട് പണിയാൻ പോകുന്നു. മുല്ലപ്പെരിയാറേക്കാൾ വലിയൊരു അണക്കെട്ട്. അപ്പോൾ അത് നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും വീണ്ടും ഒരു ജലബോംബിന്റെ ഇതിട്ട് കൊടുക്കും. വിത്ത് പാകലല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് എന്താണ് ഇപ്പോൾ ആവശ്യം? ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ആണ്. അതായത് മാക്സിമം ടണൽ കെട്ടി, ഇപ്പോൾ ടണലുണ്ട്, ആ ടണൽ മാക്സിമം ആഴത്തിൽ കുടിച്ച് മാക്സിമം ടണൽ ഉണ്ടാക്കി വെള്ളം ജലനിരപ്പ് എത്രത്തോളം കുറക്കാൻ പറ്റും അത്രത്തോളം കുറച്ച് അവർ തമിഴ്നാട്ടിൽ ഈ വെള്ളം സൂക്ഷിക്കട്ടെ. ഈ ജലം മുഴുവൻ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ആ വെള്ളം അവർ വൈദ്യുതിക്കോ കൃഷിക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. നമ്മൾക്ക് വേണ്ടത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആൾക്കാർക്ക് ഇപ്പോഴും ബോധമില്ലാതെ മണ്ടത്തരങ്ങൾ, ചില ആൾക്കാർ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ കേട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ബോധവൽക്കരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം.
തീർച്ചയായിട്ടും ചെയ്തേ പറ്റും. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. കാരണം ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, ഇത് പുറം ലോകം ചർച്ചയാവണം. പുറം ലോകമെങ്കിലും ചർച്ചയായിട്ട് അങ്ങനെയെങ്കിലും നാണക്കേട് ഉണ്ടായിട്ടെങ്കിലും നമ്മൾക്ക് വെറും ഒരു നടപടി വേണ്ട, നമ്മൾക്ക് അനുകൂലമായൊരു നടപടി വേണം. അനുകൂലം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡാം ഇനിയും 5-8 വർഷം ആര് നമ്മുടെ ജീവന ഉത്തരവാദിത്തം പറയും? ആര് നമ്മൾക്ക് ഇവർക്ക് പറയാൻ പറ്റുമോ? ഇവർക്ക് ഉറപ്പ് തരാൻ പറ്റുമോ മുല്ലപ്പെരിയാർ അതിനിടയിൽ ഒന്നും സംഭവിക്കില്ല എന്ന്? ഇതുപോലെ ഏതെങ്കിലും ഒരു ഷട്ടർ തകർന്നാൽ ഈ പറഞ്ഞ വെള്ളം ഡാം പൊട്ടാതിരിക്കാൻ വേണ്ടി മറ്റുള്ള ഷട്ടറുകളെല്ലാം ഉയർത്തേണ്ടി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ കണ്ടതല്ലേ 2018 പ്രളയം എന്താണ് സംഭവിച്ചത്? എത്ര ഉയരത്തിലാണ് വെള്ളം വന്നത്? എന്നിട്ടും പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നു മുല്ലപ്പെരിയാർ തകർന്നാൽ തൊടുപുഴ വരെ വരുള്ളൂ. അയ്യോ, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ട്, അതെനിക്ക് വീണ്ടും പറയാൻ വയ്യ. അപ്പൊ തൊടുപുഴ വരെയുള്ള ആൾക്കാർ മനുഷ്യജീവനൊന്നും അയാൾ ജീവനായിട്ട് കണ്ടിട്ടില്ല. തൊടുപുഴയിൽ വന്ന് പിന്നെ വെള്ളം അങ്ങ് സ്റ്റക്കായി നിൽക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഒരടി മാറൂല വെള്ളം. എന്തൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ആൾക്കാരെ പറഞ്ഞിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങൾക്ക് പണം വല്ലതും കിട്ടുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതില് സിനിമാ നടന്മാരും എല്ലാവരും ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊന്നും പറഞ്ഞാൽ ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല. നമ്മൾക്ക് ഇങ്ങനെ കിടന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ മാക്സിമം സംസാരിക്കും. എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ എത്തിക്കും. പക്ഷെ ഇതിലൊക്കെ സിനിമാ നടന്മാരും മറ്റുള്ള ആൾക്കാർ, നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നിങ്ങളുടെ പടം എവിടെയെന്തെങ്കിലും കണ്ട് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ രണ്ടു വാക്ക് സംസാരിക്കും. നിങ്ങളൊക്കെ സംസാരിച്ചാൽ അത് പുറം ലോകം അറിയും, പല ആളുകളിലേക്ക് എത്താൻ, പല ഉന്നത ആളുകളിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും. കാരണം നമ്മൾക്ക് ഇപ്പോൾ വേണ്ടത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ, ടണൽ വഴി മാക്സിമം വെള്ളം കൊണ്ടുപോവുക, വെള്ളത്തിന്റെ ജലനിരപ്പ് കുറയ്ക്കുക, അതേ ഉള്ളൊരു വഴി. കാരണം ഇപ്പൊ നമ്മൾ ചൂരൽമല, മുണ്ടക്കൈ ഇതൊക്കെ നമ്മൾ കണ്ടാണ്. നമ്മുടെ കൺമുമ്പിൽ ഓരോരോ കാര്യങ്ങൾ പ്രകൃതി നമ്മൾക്ക് അടയാളങ്ങൾ കാണിച്ചു തരികയാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഇനിയും വൈകിക്കരുത്. ഇവരിപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ കരട് തയ്യാറാക്കുന്നു. ഈ മാസം അവസാനം റിപ്പോർട്ട് കൊടുക്കുന്നു. വീണ്ടും അതിനുവേണ്ടി ഒരു അനുകൂലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പുതിയൊരു ഡാം പണിയാൻ. എന്തിനാണ് ഞങ്ങളുടെ ജീവിതം വെച്ച് ഇങ്ങനെ വില പറയുന്നത്? ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾ ലക്ഷക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കൂ. നമ്മുടെ കേരളത്തിന്റെ ഭാവി തലമുറയാണ്. ഈ 4-5 ജില്ലകൾ മാത്രമല്ല, പിന്നെ ആ ഒരു ആളിരുന്ന് വീഡിയോയിൽ പറഞ്ഞതുപോലെ തൊടുപുഴയിലെ വരെയുള്ള ആളുകൾ മാത്രമല്ല മനുഷ്യന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. 2018 ഡാം തുറന്നപ്പോൾ മറ്റു ഡാമുകളിലും തുറക്കേണ്ടി വന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത്? എന്ത് മഹാപ്രളയമാണ് ഉണ്ടായത്? എന്റെ വീട് എറണാകുളമാണ്. ഞങ്ങളുടെ വീടിന്റെയൊക്കെ ഫസ്റ്റ് ഫ്ലോർ വരെ മുങ്ങിയതാണ്. മനസ്സിലായോ? എന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് എന്ത് കിട്ടി? എനിക്ക് എന്റെ വീട്ടിൽ കിട്ടിയത് 10,000 രൂപയാണ്. ഈ 10,000 രൂപ കൊണ്ട് ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ നികത്താൻ പറ്റുമോ? ഞാൻ അതിന്റെ കണക്കൊന്നുമല്ല പറഞ്ഞു, ഞാൻ ചോദിക്കുകയാണ്. അപ്പോ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കുക. ഞങ്ങൾ അന്ന് വിഷമിച്ചാണ്. നമ്മുടെ ഒരു ബെഡ് വാങ്ങിക്കാൻ എത്ര രൂപ വരും? നിങ്ങളൊന്ന് ചിന്തി. വെള്ളം കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ പോവുകയാണ്. നമുക്ക് ഒരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല. പെട്ടെന്നായിരുന്നു അത് 2018. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്നിട്ട് കിട്ടിയ പൈസയാണ് 10,000 രൂപ. ആ 10,000 രൂപയ്ക്ക് എന്തെന്ന് വാങ്ങിക്കാൻ പറ്റും? പറ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണേ. അല്ലാണ്ട് ആരും ചോദിക്കാനുള്ളത്, അന്ന് ഡാം തുറന്നപ്പോൾ എത്ര സ്ഥലങ്ങൾ മുങ്ങി, എത്ര ആൾക്കാർ, ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാർ ബുദ്ധിമുട്ടി. അപ്പൊ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? മുല്ലപ്പെരിയാർ ഇനി അഥവാ പൊട്ടിയാലും 2 വശങ്ങളിലേക്കും പോകും, വെള്ളത്തിന് അത്ര ഫോഴ്സ് ഉണ്ടാവില്ല. ഡാം തുറന്നു വിട്ടപ്പോൾ നമ്മൾ നടന്നു പോകാൻ വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടു, അത്രമാത്രം അടിയൊഴക്കായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഡാം പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഇടുക്കി തടഞ്ഞു നിർത്തിക്കോളത്ര. ഇടുക്കി തടഞ്ഞു നിർത്തിയ നല്ല കാര്യം. അപ്പൊ ഇടുക്കി തുറന്നു വിടേണ്ട ആവശ്യം വരില്ല. കുളമാവ് തടഞ്ഞു നിർത്തിക്കോളോ, ചെറുതോണ നിർത്തിക്കോളോ, ഇതൊന്നും തുറക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ തുറന്നാല് ഇടുക്കി പൊട്ടി വരേണ്ട ആവശ്യമുണ്ടോ ഞങ്ങളൊക്കെ മരിക്കാനായിട്ട്? അല്ല, മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ എന്താ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വീഡിയോ ഇട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേട്ട് അത് വിശ്വസിക്കാൻ കുറെ വിഡ്ഢി. കാരണം ഈ പറയുന്ന വിഡ്ഢികളുടെ വീട്ടിൽ വരെ വെള്ളം കയറിയതാണ്. എന്നിട്ടും അയാൾ പറയുന്ന വീഡിയോ സുർക്കിയിലുണ്ടാക്കി, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോഴും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മണ്ടന്മാർ, പ്രതികരിക്കുന്ന ആൾക്കാരെ പോലും പല നെഗറ്റീവും പറഞ്ഞ് അവരുടെ മനസ്സ് പോലും തളർത്താൻ നടക്കുന്ന ആളുകൾ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാഷ്ട്രീയം കൊണ്ട് കലർത്തി നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ വൻ നാശമായിരിക്കും സംഭവിക്കുന്നത്. അഡ്വക്കേറ്റ് റസൽ ജോയി, അദ്ദേഹത്തിന് എന്ത് കിട്ടും? മുല്ലപ്പെരിയാർ തകരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുമോ? അദ്ദേഹം ആരുടെങ്കിലും പൈസ വാങ്ങിച്ചിട്ടാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ പറയും മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന്. സുർക്കിയിൽ ഉണ്ടാക്കിയതാണ്. അതിന് ദൈവം തന്ന അടയാളമാണ് കർണാടകയിൽ സംഭവിച്ചത്, തുംഗഭദ്രയില്. അതും സുർക്കിയിൽ ഉണ്ടാക്കിയതാണ്. ഇനി ഒരെണ്ണം കൂടിയുള്ള സുർക്കിയിൽ ഉണ്ടാക്കിയത്. ഇപ്പൊ നിങ്ങൾ പറയുന്ന എക്സ്പയറി ഡേറ്റ് ഓരോ വർഷവും കാലാവധി കൂടുന്തോറും ഇങ്ങനെ എന്താ പറയാ പ്രതിഭാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം മുല്ലപ്പെരിയാർ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന
ആൾക്കാർ നിങ്ങളൊക്കെ സേഫ് സോണിലാണ്. ഇപ്പൊ സന്തോഷ് പണ്ഡിത് എടുത്ത് ചോദിച്ചൊരു കാര്യം, അദ്ദേഹം ചോദിക്കുകയാണ്, കോടീശ്വരന്മാരുടെ ആരുടെയെങ്കിലും മക്കള് രാഷ്ട്രീയ കൊലയിൽ മരിച്ചിട്ടുണ്ടോ? അതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ മക്കൾ മരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മന്ത്രിമാരുടെ മക്കൾ മരിച്ചിട്ടുണ്ടോ? സാധാരണക്കാരന്റെ മക്കളാണ് മരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ കൊലയിൽ. ശ്രദ്ധിച്ചാൽ അറിയാം. ശരിയല്ല സന്തോഷ് പണ്ഡിത് ചോദിച്ചത്? സാധാരണക്കാരന് എന്തും എപ്പോഴും സംഭവിക്കുകയുള്ളൂ. കാരണം പണമുള്ളവരും രാഷ്ട്രീയക്കാരനും കോടീശ്വരന്മാരും എല്ലാവരും മന്ത്രിമാരും എല്ലാവരും സേഫാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾ പല ആൾക്കാർ അദ്ദേഹത്തെ മണ്ടൻ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം മണ്ടനല്ല എന്ന് മനസ്സിലാക്കും. എന്ത് തന്നെയാണെങ്കിലും ശരി, ഈ ഒരു കാര്യത്തിൽ ഇനി സുപ്രീം കോടതി അടുത്ത മാസം അവസാനത്തേക്ക് വിധി കരാറിൽ സാധ്യത ഉണ്ടോന്ന്. നമ്മുടെ കേരള ഗവൺമെന്റ് ഈ മാസം അവസാനം കരട് കൊടുക്കുന്നു. അതായത് പുതിയ ഡാം 1400 കോടി രൂപയ്ക്ക് പുതിയൊരു ഡാം നിർമ്മിക്കാൻ, വീണ്ടും നമ്മുടെ തലയിലേക്ക് അടുത്ത കുരിശ് വെച്ച് തരാൻ, നമ്മുടെ തലമുറയ്ക്ക്. അത് എത്ര വർഷം എടുക്കും? 5-8 വർഷം എടുക്കും. അതുവരെ ഉറപ്പ് തരാൻ പറ്റുമോ? ഞങ്ങളുടെ ജീവന് മതി, ഭയം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് തരാൻ പറ്റും. അതുകൊണ്ടായോ? പിന്നെ സന്തോഷ് പണ്ഡിത് ചോദിച്ച മറ്റൊരു കാര്യം, അദ്ദേഹം ചോദിച്ച എത്ര നല്ല പോയിന്റുകളാണെന്ന് അറിയാമോ? അദ്ദേഹം പിന്നെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ മുല്ലപ്പെരിയാർ അഥവാ പൊട്ടിയാൽ തന്നെ കേന്ദ്രം പറയും ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപകട നിലയിലാണെന്നുള്ള അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരളം പറയും ഞങ്ങളോട് ആരും പറഞ്ഞില്ല, മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ആരും പറഞ്ഞില്ല എന്ന് പറയും. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്? അല്ലാണ്ട് ആരും ഒരു നടപടി എടുക്കാൻ പോകുന്നത്. അതുപോലെ വാർത്താ ചാനൽ, മാധ്യമങ്ങൾ, മീഡിയാസ് എന്ത് പറയും? 2 ലക്ഷം ആൾക്കാരുടെ ബോഡി ഇട്ട്. അപ്പൊ അടുത്ത ചാനൽ അവൻ 2 പറഞ്ഞു, എന്നാൽ നമുക്ക് 2.5 പറയാടാ. അപ്പൊ 2 ലക്ഷം ആൾക്കാർ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് നമ്മൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ ബോഡി നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ മറ്റു ചാനലിൽ ഇന്ന ചാനൽ എന്നും പറഞ്ഞ് അവര് റിപ്പോർട്ട് ചെയ്യും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പോകാനോ എടുക്കാനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ അറിയോ? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളത്തിൽ ബാധിക്കുന്നത് പോലെ തമിഴ്നാട്ടിലും വരൾച്ചുണ്ടാവും, തമിഴ്നാട്ടിലും ബാധിക്കുമെന്ന്. ഈ മുല്ലപ്പെരിയാർ പൊട്ടിപ്പോയാൽ സുനാമിയെ തിരിച്ചടിച്ച് കേരളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആൾക്കാരൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം തമിഴ്നാട്ടിന് കിട്ടും. അവർക്ക് വെള്ളത്തിൽ എന്തെങ്കിലും ക്ഷാമം ഉണ്ടാവും തോന്നുന്നുണ്ടോ? തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, പല സ്ഥലങ്ങളും കർണാടകയും തമിഴ്നാടും വിഭജിച്ചെടുക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോ ഇത് മാക്സിമം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഇതില്ല. പിന്നെ ആഗസ്റ്റ് 15-ാം തീയതി ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അതാണ് മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളും. ആഗസ്റ്റ് 15-ാം തീയതി രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മുല്ലപ്പെരിയാർ മുതൽ അറബിക്കടൽ വരെയുള്ള സ്ഥലങ്ങൾ, അവിടെയുള്ള ആളുകൾ വീടിൻ്റെ അടുത്തുള്ള പാലങ്ങൾ, പുഴകൾ അടുത്തൊക്കെ നമ്മളൊരു പ്രതിഷേധം പോലെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഒരു പ്രതിഷേധ സമരമാണ്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. അപ്പോൾ പുതിയ ഡാം വേണ്ട, നമുക്ക് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണം. നമുക്ക് ടണൽ വഴി, നമ്മുടെ ലക്ഷ്യം അതാണ്, ടണൽ വഴി മാക്സിമം വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് കൊടുത്ത് ജലനിരപ്പ് മാക്സിമം കുറച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരു ഇതുപോലെ ഇപ്പോൾ ഈ തുങ്കഭദ്രയിൽ സംഭവിച്ച പോലെ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ അതിൽ ഡാമിൽ വെള്ളം കുറവാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അത് മനസ്സിലാക്കി ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ജനങ്ങളുടെ ജീവന് ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ഈ പറയുന്നത്, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ പൊട്ടില്ല എന്ന് ഈ പറയുന്ന 2018 കഷ്ടപ്പെട്ടവർ ചില ആൾക്കാർ പറയുന്നുണ്ട്, മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു? പോകും. ഞങ്ങൾ എങ്ങോട്ട് പോകണം? നമ്മൾ ഇതുവരെ സമ്പാദിച്ച സ്ഥലവും വീടും എല്ലാം വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകണം? നിങ്ങൾ തരുമോ സ്ഥലം? അല്ലെങ്കിൽ ഗവൺമെന്റ് ഞങ്ങളെല്ലാവരും മാറ്റി താമസിപ്പിക്കട്ടെ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ലാൻഡ് തരട്ടെ. ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ പറയുന്നുള്ളൂ. കാരണം നമ്മൾ മാക്സിമം നമ്മുടെ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്ന അധികാരികളെ എങ്ങനെയെങ്കിലും ഉണർത്തി ഈ ഒരു കാര്യം, നമ്മൾക്ക് പുതിയ ഡാം ഇപ്പൊ വേണ്ട, പുതിയ ഡാമിന് വേണ്ടി കളയാൻ നമ്മുടെ ജീവൻ ഇനി കളയാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് കുഞ്ഞു മക്കളുടെ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞങ്ങളെയൊക്കെ വിട്ടേക്കൂ. ഞങ്ങളുടെ മക്കളുടെ അവകാശമാണ് ഞങ്ങളുടെ മണ്ണിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോരാടുന്നതും പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും. ഈ പ്രതിഷേധം ഇന്ത്യയിൽ മാത്രമല്ല, എല്ലായിടത്തും എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ എല്ലാം പോകണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തേ പറ്റൂ, ഷെയർ ചെയ്യണം. സിനിമാ നടന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. കാരണം നിങ്ങളുടെ ദുരിതാശ്വാസ ഫണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞു ഞങ്ങളതിന് ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. പിന്നെ നിങ്ങളുടെ അനുശോചനം, ഇതും ഞങ്ങൾ അതിജീവിക്കും എന്നുള്ളൊരു ഡയലോഗ് പറയാനാണെങ്കിൽ ദൈവത്തെ ഓർത്ത് വേണ്ട. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആരുടെയും അനുശോചനം ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞു മക്കൾ കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളുടെ അനുശോചനം?
അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കൂ. ഞങ്ങൾക്ക് വേണ്ടത് മാക്സിമം ജലനിരപ്പ് മാക്സിമം വെള്ളം കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഈ മഴക്കാലം ഇപ്പൊ ഈ പറയുന്ന പോലെ പല സ്ഥലങ്ങളിലും മേഘവിസ്ഫോടനമുണ്ട്. ഈ മേഘവിസ്ഫോടനം മുല്ലപ്പെരിയാറിന്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്രയും കാലപ്പഴക്കം, ആരൊക്കെ പറഞ്ഞാലും കാലപ്പഴക്കമില്ല, ആർക്കെങ്കിലും അവിടെ പോയി നോക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും അങ്ങോട്ട് കടത്തിവിടോ? അതുകൊണ്ട് തന്നെ കാലപ്പഴക്കമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്നുണ്ട്, പല ആൾക്കാരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഈ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ എവിടെ നിന്ന് വരുന്നവരാണ്? അവരെവിടെയാണ് താമസിക്കുന്നത്? അതൊക്കെ ആദ്യം ചിന്തിക്കൂ. ഇനിയെങ്കിലും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും മുൻകൈ എടുത്ത് വരണം. ജനങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും പ്രതിഷേധം ചെയ്യണം. ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അന്ന് നിങ്ങൾ എന്താണെങ്കിലും നമ്മുടെ അടുത്തുള്ള പുഴകളിലും പാലത്തിൻ്റെയൊക്കെ അടുത്തുനിന്ന് പോയിട്ട് ഇതുപോലെ പ്രതിഷേധത്തിന് എല്ലാവരും എത്തും. അപ്പോൾ എല്ലാവരും മാക്സിമം ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം. അതുപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം പബ്ലിക്കിലാണ് ഞാൻ വന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. കാരണം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.